ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പ് പാർട്ട് 1 ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടത്. അപ്പോൾ ഇതാ നമ്മൾ മിനി ഊട്ടിയിലെ സെക്കൻഡ് പാർക്കിലേക്ക് ഇതാ നമ്മൾ പോയിട്ടുണ്ട്. പാർക്കല്ല, ഇവിടെ അത്യാവശ്യം നമുക്ക് കാണാനുള്ള പാർക്കോ മറ്റോ ഒന്നുമില്ല. ബേഡ്സായിട്ടും അതുപോലെ തന്നെ സ്നേക്കായിട്ടൊക്കെയാണ്. ഇവിടെ നമുക്ക് എൻട്രി ഫീസ് വരുന്നത് 30 രൂപയാണ് കേട്ടോ. ആ ഫീൽ തന്നെ ഇതൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള അവസരമുണ്ട്. സ്നേക്ക് നമ്മളെ മേലിൽ വെച്ചിട്ടും അതുപോലെ തന്നെ ബേഡ്സ് നമ്മളെ മേലിൽ വെച്ചിട്ടും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അതവിടെ ഒരുപാട് ആളുകൾ അങ്ങനെ ഫോട്ടോ എടുക്കുന്നതും അതുപോലെ തന്നെ ഈ ഭാഗം ഫുള്ളായിട്ട് ഞാനൊന്ന് കാണിക്കാം കേട്ടോ. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാർക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഊഞ്ഞാല, അതുപോലെ തന്നെ ചെറുതായിട്ട് 2-3 ഐറ്റംസ്. ഇതൊക്കെ 30 രൂപയിൽ ഇൻക്ലൂഡാണ് കേട്ടോ. എക്സ്ട്രാ ഫീയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതുപോലെ തന്നെ ഈ ബേഡ്സിൻ്റെ കൂട്ടിൽ കയറിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു എമൗണ്ട് നമ്മളിവിടെ പേ ചെയ്യാം കേട്ടോ. 20-30 എങ്ങാണ്ടാണ്. ഒരുപാട് ആളുകൾ ട്രൈ ചെയ്യുന്ന ഒന്നാണിത്. കാരണം അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് നല്ല ഫോട്ടോ എടുക്കാനൊക്കെ ആ കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നല്ല ഭംഗിയുള്ള അക്വേറിയം ഉണ്ട് കേട്ടോ. അതിൽ നല്ല അടിപൊളി കളേഴ്സ് മീനുണ്ട്. ഇതിൽ വരുന്ന വലിയ മീനാണ് കേട്ടോ. കൈയിടാനോ അല്ലെങ്കിൽ കല്ലെറിയാനൊന്നും പാടില്ല എന്ന് അവർ പറയുന്നത്. കൈയിട്ടുണ്ടെങ്കിൽ കൈ വെട്ടും. അതേപോലെ കല്ലിട്ടുമ്പോൾ അത് വന്ന് കടിക്കുന്നുണ്ട്. അപ്പോൾ ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. എന്നാലും 2-3 ആളുകൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തല്ലോ, അതുപോലെ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് നല്ല അടിപൊളി ഭംഗിയുള്ള അക്വേറിയം കാണാം. അവിടെ നമുക്ക് അവർ ഫുഡ് തരും. ആ ഫുഡ് നമ്മൾ കയ്യിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മീൻ ഫുള്ളായിട്ട് നമ്മൾ വന്നിട്ട് കയ്യിൽ വന്നിട്ട് കഴിക്കും. നല്ല ഭംഗിയുണ്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇവിടെ ഉള്ളത് നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ. അതുപോലെ നമുക്ക് ബേഡ്സിനെ അതുപോലെ അവിടെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതിനൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള അവസരം ഉണ്ടാവും കേട്ടോ. ഇതുപോലെ ആ 30 രൂപയിൽ ഇതൊക്കെ ഇൻക്ലൂഡാണ്.
നമുക്ക് അത്യാവശ്യ സമയം നല്ല രസകരമായിട്ട് സ്പെൻഡ് ചെയ്യാൻ അവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ പേടി തോന്നിയ ഒന്നാണിത്. പിന്നെ ഒരു ധൈര്യത്തോടു കൂടി എടുത്തോന്ന് മാത്രം. അങ്ങനെ ഇതാ നമ്മൾ നടന്ന് ടയേർഡായപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. അവിടെ 2-3 അങ്ങാണ്ട് ഐസ്ക്രീമിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ പോയത് സ്നേക്കിൻ്റെ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ. അവിടെ ഒരുപാട് സ്നേക്ക് ഉണ്ട്, നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ആ എമൗണ്ടിൽ തന്നെ ഇൻക്ലൂഡാണ്. അങ്ങനെ ഇത്രയൊക്കെയാണ് അവിടെ ഉള്ളത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.